ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. സവാള ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇഞ്ചിയും പച്ചമുളകും ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി പെട്ടെന്ന് വഴറ്റി കിട്ടും. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തുറന്നു വെച്ച് തന്നെ ഇതേപോലെ വഴറ്റിയെടുത്താൽ മതിയാകും. അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 പൊട്ടറ്റോ കുക്കറിലിട്ട് വേവിച്ചെടുത്തേക്കുന്നതാണ്. ഇതുകൂടി നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഞാനൊരു പാത്രം എടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയാണ്. ഫ്ലെയിമൊന്നും കത്തിച്ച് കളയരുത്. ഇതിലേക്ക് അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കളറിന് വേണ്ടിയാണ്. ഇതിലേക്ക് നമുക്ക് മുട്ട ആവശ്യമാണ്. ഞാനിവിടെ കാടമുട്ടയാണ് എടുത്തേക്കുന്നത്. കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന പൊട്ടറ്റോയും സവാളയും ഒക്കെ ഉള്ള മിക്സാണിത്. ഇത് നന്നായി ഒന്ന് ബോൾ ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം കാടമുട്ട കൂടി ഇതിനകത്തേക്ക് വെച്ച് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ബോൾസാക്കി എടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്ററിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നന്നായി ഒന്ന് കോട്ട് ചെയ്യണം. ഈ ബാറ്റർ ഒരുപാട് തിക്കാവാനും ഒരുപാട് തിന്നാവാനും പാടില്ല. എനിക്ക് നന്നായി ഇത് കോട്ടായി കിട്ടില്ല, അതുകൊണ്ടാണ്. ഇതുപോലെ നമുക്ക് ബോൾസുകളാക്കി ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കാടാമുട്ട തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാരണ കോഴിമുട്ട ആയാലും മതിയാകും. പിന്നെ നമുക്കത് കട്ട് ചെയ്ത് 4ആക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഓരോ പീസാക്കി വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. വലിയ മുട്ടയാണെങ്കിൽ ഒരുപാട് വലിയ സൈസിലായി പോകും, അതുകൊണ്ടാണ്. ഇപ്പോൾ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. ബാക്കിയുള്ളതും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ വട ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.